ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 49. കർത്താവിൻ്റെ ദാസൻ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാടിയിൽ അവിടുന്ന് ഒളിച്ചുവെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. പ്രവാസികൾ ജെറുസലേമിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന്, വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും, സിയോൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തു പാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിൻ്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിൻ്റെ അടുക്കൽ വരുന്നു. കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെപ്പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിൻ്റെ പാടുനിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയുകയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നുപോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസി പരിത്യക്തയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആര് ഇവരെ വളർത്തി? ഞാൻ ഏകാകിനിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരം ഉയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിൻ്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിൻ്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിൻ്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും
നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. വീഞ്ഞുകൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് മത്ത് പിടിക്കും. ഞാൻ നിൻ്റെ രക്ഷകനും വിമോചകനും യാക്കോബിൻ്റെ ശക്തനായവരുമാണെന്ന് അപ്പോൾ മർത്യകുലം അറിയും. പ്രിയ ദൈവജനമേ, ബാബിലോണിലെ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യാശ നൽകാനാണ് ഈ 49-ാം അധ്യായത്തിലെ പ്രവചനം പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത്. ചരിത്രപരമായി നോക്കിയാൽ അസീറിയൻ ഭീഷണിക്ക് ശേഷമുള്ള തകർച്ചയുടെ കാലഘട്ടത്തിൽ ദൈവജനത്തെ ആശ്വസിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനാണ് യെശയ്യാ. ഇസ്രായേലിനെ മാത്രമല്ല, സകല ജാതികളെയും രക്ഷിക്കാൻ വിളിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഗീതമാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. തൻ്റെ അധ്വാനം വ്യർത്ഥമായെന്ന യെശയ്യാ ഒരു നിമിഷം പരിതപിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ താൻ സുരക്ഷിതനാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. യഹൂദജനത്തിൻ്റെ വരവ് മാത്രമല്ല, ലോകം മുഴുവനും പരക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ വെളിച്ചത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ പ്രതിപാദിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്തതയും പിതാവായ ദൈവത്തിൻ്റെ കരുണയും ഈ ചരിത്ര പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. ദൈവവിളി എന്നത് വെറുമൊരു നിയോഗമല്ല, മറിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങുന്ന സുനിശ്ചിതമായ ദൈവ പദ്ധതിയാണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യവും അവൻ നമ്മെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ആ മെസ്സേജുമാണ്. പിതാവായ ദൈവം നമ്മൾക്ക് വിടുതൽ നൽകുന്ന സർവശക്തനായ നല്ല അപ്പനാണ്. തൻ്റെ മക്കളെ ഒരു അമ്മ മറന്നാലും താൻ അവരെ ഒരിക്കലും മറക്കുകയില്ലെന്ന് ദൈവം ഇവിടെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. സിയോൻ്റെ മക്കൾ തങ്ങളുടെ പാപങ്ങൾ നിമിത്തം ശിക്ഷിക്കപ്പെട്ടെങ്കിലും അവരുടെ പുനരുദ്ധാരണം ദൈവത്തിൻ്റെ ദയയാൽ സംഭവിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി കാണുന്നു. തിന്മയ്ക്കും അനീതിക്കും എതിരെയുള്ള ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെങ്കിലും അത് മാനസാന്തരത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ ദാസൻ ജാതികളുടെ വെളിച്ചമായി മാറുന്നത് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ വ്യക്തമായ പ്രവചനമാണ്. ഈ അധ്യായ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആർദ്രത ഒരു കുളിർ മഴയായി പെയ്തിറങ്ങുന്ന അനുഭവം ഉണ്ടാകുന്നു. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യം സ്ഥാപിക്കപ്പെടുമെന്ന വാഗ്ദാനം വിശ്വാസികളായ നമുക്കോരോരുത്തർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്നുണ്ട് എന്ന ബോധ്യം ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾക്കിടയിൽ ഈ വചനം നമുക്ക് വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങളിലും ഒറ്റപ്പെടലുകളിലും ദൈവം നമ്മെ തൻ്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്നുള്ള സത്യം വലിയ ആശ്വാസമാണ്. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ പൊന്നുമോളാണ് എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നല്ലപ്പൻ. ഇന്നത്തെ പാപപങ്കിലമായ ലോകത്തിലെ അനീതികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി പ്രസ്താവനയായി ഈ പ്രവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ബലഹീനതകളിൽ ദൈവകൃപ നമ്മെ തേടി വരുമെന്നും തകർന്നവനെ തകർന്നവളെ കെട്ടിവെക്കുന്നവനാണ്, ആ മുറിവ് കെട്ടിവെക്കുന്നവനാണ് നമ്മുടെ അപ്പനെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന വിശ്വാസികളെ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈ സന്ദേശം പ്രേരണ നൽകുന്നുണ്ട്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി ദൈവവുമായുള്ള ആത്മബന്ധത്തിനാണ് നാം മുൻഗണന നൽകേണ്ടതെന്ന് ഇത് വ്യക്തമാക്കുന്നു. സഭയുടെ മിഷനറി ചൈതന്യത്തെ ഉണർത്തുന്ന ഈ വചനം ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്തു ശിഷ്യയ്ക്കും ലോകത്തിൻ്റെ വെളിച്ചമാകാൻ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് നമുക്ക് ഇന്നേ ദിവസം ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇസ്രായേലിനെ വാഗ്ദാന ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ദൈവം നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളെയും ചോല വനങ്ങളാക്കി മാറ്റും. പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടക്കാൻ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് ഒരുമിച്ച് വരാം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടാൻ നമ്മെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഒരു ദാസിയായി സമർപ്പിക്കാം. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിൽ അവിടുത്തെ വിശുദ്ധരോടൊപ്പം പങ്കുചേരാൻ ഈ വചനഭാഗം നമ്മെ ഒരുക്കട്ടെ. വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഏത് പ്രതിസന്ധിയിലും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ എന്നെ പിടിച്ചിട്ടുണ്ട് എന്നോർത്ത് സന്തോഷത്തോടെ ജീവിക്കുക.
സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.